ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതവും അതുപോലെ തന്നെ വരുണും തമ്മിൽ സംസാരിക്കുക. അപ്പോൾ ഈ ചതിയുടെ പിന്നിൽ വരുണേട്ടനാണെന്ന് തനിക്ക് അറിയാമെന്നുള്ള കാര്യം ഗീതു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന് നിന്റെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളതെന്ന് വരുൺ ചോദിച്ചു. 2 ദിവസം കൊണ്ട് ഞാൻ തുനിഞ്ഞിറങ്ങിയാൽ ഇതിൻ്റെ തെളിവ് ശേഖരിക്കാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് ഗീതുവും പറഞ്ഞു. അങ്ങനെ വരുണിനെ നിലയ്ക്ക് നിർത്താനായിട്ടുള്ള ശ്രമത്തിലാണ്. എങ്കിലേ നീ തെളിവുണ്ടാക്കിയിട്ട് വാടി, എന്നിട്ട് എൻ്റെ മുന്നിൽ നിന്ന് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പം പിന്നെ സംസാരിക്കാനേ നിങ്ങളിവിടെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. നീ എന്താടി എന്നെ വരട്ടുകയാണോ? AGM ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിങ്ങളുടെ സ്ഥാനം എനിക്ക് താഴെയാണെന്നും അത് മറന്നു പോകരുതെന്നും ഗീതു ഓർമ്മപ്പെടുത്തുക. ഞാൻ പറയുന്നത് വരുൺ അനുസരിക്കേണ്ടി വരുമെന്നും AGMൽ നിന്നും 1 രൂപയെങ്കിലും തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ നീ പിന്നെ സ്ഥാപനത്തിനുണ്ടാകില്ല എന്ന് പറഞ്ഞു ഗീതു. അതിന് AGM ഭദ്രൻ്റെ വകയല്ലെന്ന് പറഞ്ഞ് തീർന്നില്ല. വരുണിനെ ചെവിക്കലടിച്ച് തകർത്തില്ലേ നമ്മുടെ ഗീതു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗീതു അങ്ങനെ പ്രതികരിക്കുമെന്നിവൻ. അങ്ങനെ ഗീതു ശരിക്കും അവൻ്റെ കൊങ്ങയ്ക്ക് കയറി അങ്ങ് പിടിച്ചു. അച്ഛന് വിളിക്കുന്നോടാ എന്നും ചോദിച്ച്. എന്തായാലും ഗീതുവിൻ്റെ പവർ അങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൺമുന്നിൽ നിന്ന് എൻ്റെ പൊയ്ക്കോ നീ, അല്ലെങ്കിലേ നീ മിച്ചം കാണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗീതു അവനെ എടുത്തിട്ട് പൊരിക്കുമ്പം എന്നെ ഭരിക്കാൻ ആരാടി നീ എന്ന് ചോദിച്ചു അവൻ. പ്രായം കൊണ്ട് നീ ഇളയതായിരിക്കും, പക്ഷേ സ്ഥാനം കൊണ്ട് നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ഞാൻ, അത് നീ മറന്നു പോകരുതെന്ന് പറഞ്ഞു ഗീതു. നിന്നെ നിലയ്ക്ക് നിർത്താനേ എനിക്ക് ഒരൊറ്റ സ്ഥാനം മതിയെന്നും പറഞ്ഞു. പിന്നെ വരുൺ മിണ്ടിയോ? ഏട്ടന് വേറെ ഏട്ടൻ്റെ മുന്നിൽ വലിയ ആൾ കളിച്ച് ഓരോന്ന് ചെയ്യുന്നത് പോലെ നീ എൻ്റെ മുന്നിൽ ഷോ കാണിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പം നിൻ്റെ മുന്നിൽ ഷോ കാണിക്കുകയും വരികയും ചെയ്യും, നിന്നെ നിർത്തേണ്ട നിലയ്ക്ക് നിർത്തുകയും ചെയ്യും. നിന്നെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഭർത്താവ് ഉണ്ടായിട്ടും കാമുകനെ തേടിപ്പോയ ഞരമ്പ് രോഗി പെണ്ണായിട്ടാണെന്നും പറഞ്ഞ് അമ്മ എടുത്ത അതേ തട്ടിൽ നിന്ന് മകനും ഗീതുവിനെ ആ ഒരു ഇതിൽ നിന്ന് അങ്ങോട്ട് പിന്തിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ഗീതു മാനസികമായിട്ട് തകർന്നു പോകുമെന്നുള്ള വിശ്വാസം കൊണ്ട് അപ്പോഴേക്കും ഈ രാധിക അങ്ങോട്ടേക്ക് വന്നു. രാധികയും വന്ന് ഇതൊക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ നിൽക്കുക. കാമുകൻ തേച്ചിട്ട് പോയപ്പോൾ ഭർത്താവിൻ്റെ സ്വത്തിനോടുള്ള മമത കൊണ്ട് നീ തിരിച്ചു വന്നതല്ലേടി എന്ന് ഇവനിങ്ങനെ ചോദിച്ചു. ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക നമ്മുടെ ഗീതു. സ്വത്തുക്കൾ അടിച്ചു മാറ്റാമെന്നുള്ള വ്യാഹം ഇനി നിനക്ക് വേണ്ടാന്നും നിന്റെ ഇത് മാറിയിട്ടില്ലെന്നും നീ ഇനിയും കാമുകന്മാരെ തേടിപ്പോകുമെന്നും നിനക്ക് നിന്നോട് ഏറ്റവും അടുപ്പമുള്ള എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാമടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ ഗീതു ഇങ്ങനെ അതൊക്കെ കേട്ടിങ്ങനെ തരിച്ചു നിന്ന് പോയി. അപ്പോഴേക്ക് രാധിക അപ്പുറം മാറി നിന്ന് ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെയാണ്. മോൻ ഏൽപ്പിക്കുന്നുണ്ടെന്നുള്ളൊരിതിൽ. ഞാനും അമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഗോവിന്ദേട്ടനെ വഞ്ചിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് നീ കരുതണ്ടടി. അതിന് ശ്രമിച്ചാലേ അത് നിൻ്റെ അന്ത്യത്തിനുള്ള കാരണമാകുമെന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഇങ്ങനെ ഗീതുവിനെ ഭയങ്കര ഇതായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതി സംസാരിച്ചു. ഇതൊക്കെ കേട്ട് ഗീതു ഒരു നിമിഷത്തേക്ക് തരിച്ച് നിന്ന് പോയി എന്നുള്ളത് സത്യമാണ്. ആകെ ഒരിതായി ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണേ. വരുൺ ഇതും പറഞ്ഞിട്ട് അങ്ങ് പോയി. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് രാധിക വരുന്നത്. രാധിക വന്ന് ഗീതുവിനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഒന്നും മിണ്ടാതെ ഗീതു അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ മകൻ്റെ അരികിൽ വന്ന് നിന്ന് പറഞ്ഞത് നീ നന്നായെന്ന് പറഞ്ഞു. അമ്മേ, നമ്മൾ പേടിക്കുന്നത് പോലെ ഒരിക്കലും അവളുടെ മുന്നിൽ നിൽക്കരുത്. നമ്മൾ പേടിച്ച് നിൽക്കുന്നു എന്ന് മനസ്സിലായാലാണ് അവൾ നമ്മുടെ തലയിൽ കയറി നിരങ്ങാൻ വരുന്നതെന്നുള്ള കാര്യം മകൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അമ്മ നീ ചെയ്തത് നന്നായി മോനെ എന്നും പറഞ്ഞുകൊണ്ട് മകനെ പ്രശംസിക്കുന്നു. അങ്ങനെ അമ്മയും മോനും കൂടി ഗീതുവിന് ഈ രീതിയിൽ തന്നെ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞു വേറെയും കുറച്ച് അവിഹിത കഥകൾ ഇവളുടെ തലയിൽ കെട്ടിവെക്കണമെന്നും പറഞ്ഞ് വരുൺ അമ്മയ്ക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. ഞാനത് ചെയ്തിരിക്കും അമ്മയെന്നും പറഞ്ഞു. അവളിപ്പോൾ എന്തു പറഞ്ഞാൽ നിന്നെ വെകളി പിടിപ്പിക്കാൻ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ആ ഗവൺമെൻറ് കോൺട്രാക്റ്റിൽ ഞാനത് കള്ളക്കളി കളിച്ചെന്ന് അവൾ പറയുന്നതെന്നും പറഞ്ഞ് മകൻ അമ്മയ്ക്ക് മുന്നിൽ നിന്ന് പറയാം. ആദ്യം കേട്ടപ്പോൾ നീ കമ്പനിയെ ചതിക്കാൻ ശ്രമിച്ചെന്നാണ് എനിക്കും തോന്നിയത്. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ കമ്പനിക്ക് നഷ്ടം വരുന്ന ഒരു ബിസിനസ്സും ഞാൻ ചെയ്യില്ല. പക്ഷേ ആ കോൺട്രാക്റ്റിൻ്റെ കൊട്ടേഷൻ അത്രയും എമൗണ്ട് കയറ്റി വെച്ചത് നിൻ്റെ മണ്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് രാധിക അന്നേരം പറഞ്ഞു. അപ്പോൾ മേലിൽ അത്തരം കാര്യങ്ങളിൽ നീ ഇടപെടാനും പോകരുതെന്നും പറഞ്ഞു. നീ ഗീതുവിനെ എങ്ങനെ പുറത്താക്കാമെന്നുള്ള കാര്യത്തെപ്പറ്റി ആലോചിച്ചാൽ മതി. ഗൗരവമായി കമ്പനി കാര്യങ്ങൾ നീ ഇടപെടേണ്ടെന്നും പറഞ്ഞ് അമ്മ അങ്ങ് പോയി. അപ്പോൾ അത് അമ്മയല്ല, അമ്മയുടെ അപ്പുറത്തിരിക്കുന്നു, വന്നിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞ് മകൻ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് മുറിയിൽ വന്ന് നമ്മുടെ ഗീതു ഈ വരുൺ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കട്ടെ. എന്നിട്ട് ഗോവിന്ദൻ്റെ ഫോട്ടോയിലേക്കൊക്കെ നോക്കി ഇങ്ങനെ വിങ്ങി പൊട്ടി കരയുന്ന സമയത്ത് അത് ഇരുട്ടത്തിരുന്നാണ് കരയുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കയറി വന്നത് രേഖയാണ്. രേഖ വന്നപ്പോൾ ഗീതു ഇങ്ങനെ ഇരുട്ടത്തിരുന്ന് കരയുന്നു. വേഗം രേഖയ്ക്കും ഗീതുവിന് ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ വിഷമം തോന്നി. വേഗം ചെന്ന് ചോദിച്ചു, എന്താ പറ്റിയ ഗീതു, നീ എന്താ വിഷമിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ മാറിയിരിക്കണേ, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയാം.
അന്നേരം ഇത്രയും ദിവസം ഞാൻ സന്തോഷിക്കായിരുന്നു, എനിക്ക് ഇന്ന് വരെ കഴിയാത്തത് നിനക്ക് കഴിഞ്ഞല്ലോ എന്നോർത്തുള്ളൊരു സന്തോഷത്തിലായിരുന്നു ഞാൻ. എന്നിട്ട് നീ എന്തിനാ കരഞ്ഞ് തളർന്നിരിക്കണേ എന്ന് ചോദിക്കുകയാണ് രേഖ ഗീതുവിനോട്. ഒരിക്കലും നീ കരയേണ്ടവളല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണു. കുറ്റപ്പെടുത്തലുകൾ ഹൃദയത്തിൽ കൊള്ളുമ്പോൾ വേദനയ്ക്കില്ലേന്ന് ഗീതു അന്നേരത്തേക്കും ഈ രേഖയോട് ചോദിച്ചു. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ അതൊന്നും കാര്യമാക്കണ്ട. ഉറങ്ങാതെ ആഹാരം കഴിക്കാതെ ഞാൻ എന്നെ തന്നെ എത്രയോ പ്രാവശ്യം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മുടെ വേദനകളും മുറിവുകളും ഒക്കെ മറ്റുള്ളവരിൽ ഒരു സഹതാപവും ഉണ്ടാക്കുന്ന കാര്യമല്ലെന്ന്. പിന്നെ എന്തിനാ നമ്മൾ സ്വയം സങ്കടക്കടലിൽ ഇങ്ങനെ ചെന്ന് ചാടി ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഗീതുവിനെ നമ്മുടെ രേഖ പോസിറ്റീവായ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക. ഞാൻ കുറേ ധൈര്യത്തോടു കൂടി പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. എന്നിട്ടും ചില നേരങ്ങളിൽ അത് നടപ്പാക്കാൻ കഴിയാതെ പതറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞു. ചില പ്രവർത്തികളിൽ ഞാൻ നിശബ്ദയായി പോകുന്നത് പോലെ തോന്നുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ, നീ ഒരിക്കലും ഒന്നിനും തളർന്നു പോകരുത്. നീ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ വന്നവളാണ്. നീ ഗോവിന്ദേട്ടൻ്റെ ഭാര്യയായി മുന്നോട്ട് പോകണം. മാത്രമല്ല നിൻ്റെ ഈ തിരിച്ചുവരവിൽ നിനക്ക് വലിയൊരു ലക്ഷ്യമുണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ലക്ഷ്യമായിട്ട് നീ മുന്നോട്ട് പോകണം. അപ്പോൾ ആ ലക്ഷ്യം കാണുന്ന ഗീതുവിനെ കാണാനാണ് എനിക്ക് ആഗ്രഹമെന്ന് പറയുമ്പോൾ, അതല്ല രേഖേച്ചിക്ക് ഞാൻ എന്തിനു വേണ്ടിയാണ് പോയത് എന്നറിയാമോ എന്ന് ചോദിച്ചു ഗീതു. അപ്പോൾ എനിക്കെല്ലാം അറിയാമെന്ന് നീ കരുതിക്കോളാൻ പറഞ്ഞു രേഖ. അത് കേട്ടപ്പോൾ ഗീതു ഒന്നും നടുങ്ങി. നമ്മളെ നിരാശപ്പെടുത്തുന്നതും തളർത്തുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മളങ്ങ് മറന്നേക്കണം. അത് പിന്നെ മനസ്സിൽ കൊണ്ട് നടക്കരുത്. നീ ബുദ്ധിയുള്ള കുട്ടിയാണ്. പോയതിനും തിരിച്ചു വന്നതിനുമൊക്കെ നിൻ്റെ ഭാഗത്ത് നിൻ്റേതായ ഒരു ന്യായം ഉണ്ടാകും. അപ്പോൾ സംഭവിച്ചതെല്ലാം രേഖേച്ചി അറിഞ്ഞു കാണില്ലല്ലേ എന്ന് ഗീതു അന്നേരം ചോദിച്ചു. അമ്മയോ വരുണേട്ടനോ പറയുന്നതൊന്നും അല്ല സത്യമെന്ന് പറഞ്ഞപ്പോൾ, അതിന് മറ്റുള്ളവർ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. അതല്ല എൻ്റെ സത്യം. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് ഗീതു. അത് നീയായിട്ട് തകർക്കില്ല എന്ന് എനിക്കറിയാമെന്നും രേഖ ഗീതുവിനോട് പറയാം. നീയും കിഷോറും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും നീ ബാംഗ്ലൂർക്ക് പോയത് അവനോടൊപ്പം ജീവിക്കാനാണെന്നും വരുണേട്ടൻ എന്നോട് പറഞ്ഞെന്നുള്ള കാര്യമെല്ലാം രേഖ അന്നേരം പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതിൽ സത്യങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രിയയുടെ വിവാഹം നടക്കാൻ വേണ്ടി നീയും ഗോവിന്ദേട്ടനും കിഷോറും ചേർന്നു എടുത്ത ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് നിങ്ങളുടെ വിവാഹം നടന്നത് എന്ന് ഞാൻ അറിഞ്ഞു എന്നുള്ള കാര്യം രേഖ ഗീതുവിനോട് പറഞ്ഞു. അങ്ങനെ രേഖ സത്യങ്ങൾ ഓരോന്നും എണ്ണി വിളിച്ച് പറയുമ്പോൾ ആ ഒരു വല്ലാത്തൊരു എന്താ പറയുന്ന ഒരു ഷോക്കിൽ ഇങ്ങനെ നമ്മുടെ ഗീതു നിൽക്കുക. അന്നേരം തന്നെ നമ്മുടെ രേഖ പറഞ്ഞു, കിഷോർ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയോ അല്ലെങ്കിൽ മടങ്ങിപ്പോയോ? അന്നു തൊട്ട് നീ ഗോവിന്ദേട്ടൻ്റെ സ്വന്തമാണ്, ഈ കുടുംബത്തിലെ അംഗമാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഇങ്ങനെ രേഖയെ ഭയങ്കര മതിപ്പോടെ, ഭയങ്കര സ്നേഹത്തോടെ, ഭയങ്കര കരുതലോടു കൂടിയാണ് നോക്കുന്നത്. ഇപ്പം നീ മടങ്ങി വന്നിരിക്കുന്നത് യാതൊരു ബാധ്യതകളുമില്ലാത്ത ഗീതുവായിട്ടാണെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ, എനിക്കതും മതി രേഖേച്ചി എന്നും പറയുമ്പോൾ എന്നേക്കാളേറെ ഗീതുവിനെ മനസ്സിലാക്കിയ ഒരാളുണ്ട് മോളെ. അതാരാണെന്ന് നിനക്കറിയോ? ഗോവിന്ദേട്ടൻ. ആ മനുഷ്യൻ നിന്നെ മനസ്സിലാക്കിയെടുത്തോളം ആരും മനസ്സിലാക്കിയിട്ടില്ല. ഗോവിന്ദേട്ടൻ്റെ ഭാര്യയായി അദ്ദേഹം ഉള്ളിടത്തോളം കാലം നിനക്ക് ഈ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് രേഖ ഇങ്ങനെ ഗീതുവിനെ ചേർത്ത് പിടിക്കുക. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ രേഖ അങ്ങ് പോയി. ഗീതു അന്നേരം ഗോവിന്ദനെക്കുറിച്ച് ആലോചിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിന് ആ ഒരു വല്ലാത്തൊരു എന്താ പറയുന്നത് മെൻ്റൽ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മി മേഡത്തിന്. അപ്പോൾ അവരുടെ PA വന്നിട്ട് മറ്റന്നാളത്തെ ആ ഒരു ടിക്കറ്റ് ഒന്നും കൺഫേം ആയില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം മറ്റന്നാളല്ലേ അവിടുത്തെ പ്രോഗ്രാം എന്ന് ചോദിച്ചു. അപ്പോൾ സംസാരിച്ച് നോക്കി രണ്ട് ഫ്ലൈറ്റും മിസ്സായിപ്പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് യാത്ര പറ്റില്ലെന്നുള്ള കാര്യം പറഞ്ഞു. ആ PA പറഞ്ഞു നമ്മുടെ മേഡത്തിനോട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മേഡത്തിനും ആകെ ടെൻഷനായിട്ടോ. ഫ്ലൈറ്റ് ടിക്കറ്റ് മിസ്സായെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഏതായാലും പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഡം ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് ഗീതുവിൻ്റെ കോള് വന്നു. PA പറഞ്ഞു വിട്ടിട്ട് സന്തോഷത്തോടെ അവർ ഫോൺ എടുത്തപ്പോഴേക്കും ഇപ്പുറ സൈഡിൽ നിന്നും വാവിട്ട് കരയുന്ന ഗീതുവിൻ്റെ ശബ്ദമാണ് അവർ കേട്ടത്. അത് കേട്ടപ്പോൾ ഗീതു, മോളെ നിനക്ക് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഗീതു നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ കരയുന്നേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഗീതു തൻ്റെ അവസ്ഥകളെല്ലാം മേഡത്തിനോട് പറയാം. അപ്പോൾ എന്നെ ആര് വേണമെങ്കിലും വേദനിപ്പിച്ചോട്ടെ, ഞാൻ എല്ലാം സഹിക്കും. പക്ഷേ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇത് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഗീതു അവരോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ, മോളെ
അത് നിന്നെ കുരുക്കാൻ അവർ കാണിക്കുന്ന ഒരു വലിയ ചതിയാണെന്നും ആ ചതിയിൽ നീ വീണു പോകരുതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ആ കെണിയിൽ നീ വീണു പോകരുതെന്നും അങ്ങനെ ഗീതുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക മേഡം. പക്ഷേ ഗീതു ഭയങ്കര കരച്ചിലാട്ടോ, വീണ്ടും നീ അതിൽ വീണു പോയാൽ അവർ ജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു. ഇവിടെയാണ് ഒരു പെണ്ണ് എത്രത്തോളം ശക്തിയുള്ളവളാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം എല്ലാം എനിക്കറിയാം, പക്ഷേ ഇവിടെ ഞാൻ തളർന്നു പോവുകയാണെന്ന് പറഞ്ഞു ഗീതു. ഇതങ്ങനെ വെറുതെ അങ്ങനെ നേരിടാനൊന്നും പറ്റില്ലെന്നും പറഞ്ഞ് യുദ്ധസന്നാഹത്തോടെ നീ ഇറങ്ങിയേ പറ്റുമെന്നും പറഞ്ഞ് പ്രതിരോധിക്കേണ്ട ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ വേണമെന്നുള്ള കാര്യങ്ങൾ അങ്ങനെയെല്ലാം ആ മേഡം പറഞ്ഞു കൊടുക്കുക. രാധികയ്ക്കെതിരെ പ്രയോഗിക്കാൻ, അവരുടെ ശക്തി ക്ഷയിപ്പിക്കാൻ അതിനു വേണ്ടുന്ന ചോദ്യങ്ങൾ നീ ചോദിക്കണം. ഒരായുധം അത് ഞാൻ നിനക്ക് തരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ മേഡം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഗീതുവിനെ ഈ പറയുന്ന രാധികയുടെ മുന്നിലേക്ക് ഒരു ചാവേറായി തന്നെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രാധികയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമ്മുടെ വിജയലക്ഷ്മി ഈ പറയണ ഗീതുവിന് പറഞ്ഞു കൊടുത്തത്. എന്താ, രാധികയുടെ മുൻ ഭർത്താവിൻ്റെ കുഞ്ഞാണ് ഈ പറയണ വരുണെന്നും പറഞ്ഞ് വലിയ ഷോ കാണിച്ചുകൊണ്ട് നടന്നതല്ലേ. പക്ഷേ ഈ രാധികയുടെ സ്വന്തം മകനല്ല വരുൺ എന്നുള്ളൊരു സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ വിജയലക്ഷ്മി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിന്റെ നേരെ രാധികയോ മകനോ വന്നാൽ ഈ ബ്രഹ്മാസ്ത്രം അത് നിനക്ക് പ്രയോഗിക്കാം. നീ പ്രയോഗിച്ചിരിക്കണം. പിന്നെ അവരെ നിന്റെ അരികിൽ പോലും വരില്ല, നിന്റെ നിഴൽ വെട്ടത്ത് പോലും വരില്ല. നിനക്കതാണ് വേണ്ടത്. നീ ചെന്ന് നീ വിജയിച്ചു വാ, എനിക്കിത് മതി മേഡമെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് അവിടെ നിന്ന് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് പോയി. പെണ്ണിന് വേണ്ടത് കണ്ണീരല്ല, തലയെടുപ്പാ, ഈ തൻ്റെടോ വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ മേഡം ദേ ഗീതുവിനെ അങ്ങ് നല്ല എന്താ പറയുന്നത് സ്ട്രോങ് ഗേളായിട്ട് അങ്ങ് പറഞ്ഞു വിടുന്നു. അപ്പോൾ വരുന്നവരെ ഇനി ഞാൻ തല കൊയ്ത് വീഴ്ത്തുമെന്നൊക്കെ ഗീതു വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഈ മേഡത്തിനോട് പറഞ്ഞു. ഇനി ഞാൻ തിരിച്ചടിക്കാൻ തുടങ്ങിക്കോളാം, ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ഞാൻ തിരിച്ചടിച്ചിരിക്കും എന്നൊക്കെ ഗീതു ആ മേഡത്തിന് കൈയടിച്ച് സത്യം ചെയ്യുന്നത് പോലെ തന്നെ ഫോണിലൂടെ സത്യം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഗീതു പവറോടുകൂടി കുടഞ്ഞെഴുന്നേറ്റു എന്നൊക്കെ പറയാം. അങ്ങനെ എഴുന്നേറ്റ് നേരെ രാധികയുടെ അരികിലേക്ക് പോവുക. അങ്ങനെ ദേ ഗീതുവിൻ്റെ കയ്യിലേക്ക് വലിയൊരു തെളിവുകൾ തന്നെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ലാപ്ടോപ്പ് എടുത്ത് പിടിച്ച് നമ്മുടെ ഗീതു നേരെ നടന്നങ്ങ് നീങ്ങുകയാണ് ഈ എന്താ പറഞ്ഞാൽ ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ അരികിലേക്ക്. അമ്മയും മോനും അവിടെ നിന്ന് പുതിയ ഗൂഢാലോചനകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗോവിന്ദേട്ടനോട് ഇതിനെപ്പറ്റിയൊക്കെ അമ്മ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മയും മോനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ഞാൻ അവനോട് അത് പറയാത്തത് അവനൊരു ശല്യമായി തുടങ്ങട്ടെ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പം കാത്തിരിക്കും തോറും ഗീതു ഗോവിന്ദേട്ടൻ്റെ ജീവിതത്തിൽ പിടിമുറുക്കും. അവൾ ശല്യമല്ല, അവളില്ലാതെ പറ്റില്ല എന്ന് ഗോവിന്ദേട്ടന് തോന്നും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാകും അമ്മയെന്നും പറഞ്ഞ് അമ്മയോട് മകൻ ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ആ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലാപ്ടോപ്പും പിടിച്ച് നമ്മുടെ ഗീതു വരുന്നത്. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇവർ പറയുന്ന രഹസ്യങ്ങൾ മുഴുവൻ നമ്മുടെ ഗീതു കേട്ടു. അപ്പോൾ അടുത്ത പണി നീ എനിക്കിട്ട് പണിയാണോടി രാധികെ, നിനക്കിട്ടുള്ള പണി ഞാൻ ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു. എന്നിട്ട് രാധിക അമ്മേ എന്നും പറഞ്ഞു വിളിച്ചു. ഗീതുവിനെ കണ്ടപ്പോഴേക്കും ഒരു വല്ലാത്ത നോട്ടമൊക്കെ നോക്കി അമ്മയും മോനും കൂടി ഇങ്ങനെ നിൽക്കുക. ഗീതുവിനോട് അത്ര മതിപ്പൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെന്നിട്ട് AGMൻ്റെ ചില ട്രാൻസാക്ഷൻസുകളിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു ഗീതു. അതിൻ്റെ പ്രിൻ്റ് ഔട്ടായത്, ഇതൊന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. ഇതെനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരണം. അപ്പോൾ അതേക്കുറിച്ച് ഒരു സംശയവും നിനക്ക് വേണ്ട, എല്ലാ ഇടപാടുകളും ഞാൻ വെരിഫൈ ചെയ്തതാണെന്ന് രാധിക. ഇത് കേട്ടപ്പോഴും ഗീതു കൂസലൊന്നുമില്ലാതെ നിൽക്കുക. ചെയർപേഴ്സൺ എന്ന നിലയിൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ഞാനും കൂടി ഒന്ന് അറിയണ്ടേന്ന് ചോദിച്ചു. ഇത്രയും നാളും ആ പൊസിഷനിലിരുന്ന അമ്മയ്ക്കൊപ്പം ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഗീതുവിനില്ല. അമ്മ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞു വരുൺ അന്നേരം. അങ്ങനെ അനുസരിക്കാനേ AGM രാധികാമ്മയുടെ വകയല്ല എന്ന് ഗീതു അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അമ്മയും മോനും ഒന്നും ഞെട്ടി. ഇവളെങ്ങോട്ടാ ഈ പോണേ, തുള്ളി ഇവളെങ്ങോട്ട് പോവാ എന്നുള്ളൊരിതിലെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയിട്ട് യാതൊരു ഗതിയുമില്ലാതെ തിരിച്ചു വന്നവള് ഇവിടെ അധികാരം കാട്ടി അഹങ്കരിക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു നമ്മുടെ രാധിക അന്നേരം. ഞാൻ എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെയാണ് തിരിച്ചു വന്നത്, കേട്ടല്ലോ. അല്ലാതെ ചിലരെയൊക്കെ പോലെ വയറ്റിലൊരു സമ്മാനവുമായിട്ടല്ല എന്നിങ്ങനെ പറയുമ്പോൾ രാധിക നടുങ്ങി എന്നും പറഞ്ഞിങ്ങനെ രാധിക നിൽക്കുക. രാധികാമ്മ അറക്കൽ മാധവൻ്റെ ജീവിതത്തിലേക്ക് വന്നതും ദേ ഈ നിൽക്കുന്ന സമ്മാനമായിട്ടല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അമ്പരപ്പോടുകൂടി അമ്മയും മോനും ഇങ്ങനെ നോക്കി നിൽക്കുക. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗീതു ഇങ്ങനെയൊക്കെ പറയുമെന്ന്. വരുണേട്ടൻ്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ ആളുണ്ടോ എന്ന് നമ്മുടെ ഗീതു ചോദിച്ചു. രാധികയുടെ പിടി വിട്ടു, രാധികയുടെയും വരുണിൻ്റെയും പിടി വിട്ടു. രണ്ടും ഇങ്ങനെ അന്താളിപ്പോട് കൂടി നിൽക്കുക. കൂടുതൽ രാധിക കേട്ടോ. രാധികയുടെ കണ്ണും വായൊക്കെ ഇങ്ങനെ മിഴിഞ്ഞു വരിക. കാരണം സത്യങ്ങൾ ഗീതു വിളിച്ചു പറയാം. അല്ല, ആർക്കാണെങ്കിലും അച്ഛനുണ്ടാകും, അമ്മ ചൂണ്ടിക്കാട്ടിയാൽ മതി, അതായിരിക്കും ആ കുട്ടിക്ക് അച്ഛൻ. പക്ഷേ
ഇക്കാര്യത്തിൽ ആ പേര് പറയാൻ രാധികാമ്മയ്ക്ക് ഒരുപാട് ആലോചിക്കേണ്ടി വരും അല്ലേ എന്ന് ചോദിച്ചപ്പോഴും രാധിക ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുക. കാരണം വരുണിൻ്റെ അച്ഛൻ ആരാണെന്ന് രാധികയ്ക്ക് അറിയില്ല. അങ്ങനെ ആരെങ്കിലും നിശ്ചയമുണ്ടോ രാധികാമ്മയ്ക്ക്? ഉണ്ടോ എന്ന് ചോദിച്ചു ഗീതു. ഇല്ലല്ലോ, ഉണ്ടോ? ഓ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും തല്ലാൻ വേണ്ടി കൈ ഓങ്ങി രാധിക ഗീതുവിൻ്റെ നേർക്ക കയറി തടഞ്ഞങ്ങ് പിടിച്ചില്ലേ. അപ്പോഴേക്കും വരുണും കയറി ചെന്നങ്ങ് പിടിച്ചു. എന്നെ തൊട്ട നീ അകത്ത് കിടക്കൂടാന്ന് വരുണിൻ്റെ മുഖത്ത് നോക്കി ഗീതു. നിങ്ങളുടെ അഡ്രസ്സ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാനേ അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യ, അറിയാവോടാ? എൻ്റെ നേർക്ക് നീ കൈ ഉയർത്തുന്നതേ ഒന്ന് സൂക്ഷിച്ച് വേണമെന്നും ഗീതു ഈ വരുണിനോട് പറഞ്ഞു. വരുണിങ്ങനെ ഒന്നും പറഞ്ഞ് നിന്നു, മിണ്ടാട്ടമില്ല. മാധവൻ മുതലാളിയെ മയക്കിയെടുക്കുന്നതിന് മുൻപ് രാധിക ആരായിരുന്നുവെന്ന് എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത് എന്ന് നമ്മുടെ ഗീതു പറഞ്ഞു. അത് കേട്ടപ്പോൾ രാധികയുടെ എല്ലാ ഗ്യാസും പോയി. മാധവൻ മുതലാളി നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും പറയാനില്ല രാധികയ്ക്ക്. രാധിക ഇങ്ങനെ നെടുവീർപ്പും വിട്ട് നിൽക്കുക. പഴങ്കഥകൾ ചെകഞ്ഞാലേ എന്നെക്കാളും മോശം കഥകൾ നിങ്ങൾക്കുണ്ടാകും, അതുകൊണ്ട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. ഇവിടെ വെച്ച് ഫ്ലാഷ് ബാക്ക് നമുക്കങ്ങ് അവസാനിപ്പിക്കാം, മനസ്സിലായോ രാധിക അമ്മേ? അപവാദ കഥകൾ കയ്യിൽ പിടിക്കാതെ നേർക്ക് നേരെ നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്നും ഗീതു രാധികയോട് പറഞ്ഞു. മനസ്സിലായോ? അതും പറഞ്ഞ് നമ്മുടെ ഗീതു അങ്ങ് പോയി. അപ്പോഴേക്കും വരുൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. വരുണിൻ്റെ നേരെ ചെന്നിട്ട് എന്നെക്കുറിച്ച് രേഖേച്ചയുടെ വളരെ വൃത്തികെട്ട കാര്യങ്ങൾ വരുണേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. വരുണൊന്നും മിണ്ടുന്നില്ല. രേഖേച്ചിയെ ഓർത്ത് ഞാനതങ്ങ് ക്ഷമിച്ചു. ഇനി നിൻ്റെ നാവിൽ നിന്നും അനാവശ്യമായി എന്തെങ്കിലും വീണാൽ അവിടെ തീർന്നു നിൻ്റെ ജീവിതം, നീ അത് ഓർത്തോളണമെന്ന് പറഞ്ഞ് നമ്മുടെ ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും മോനും കൂടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചും കുത്തിയൊക്കെ ഇങ്ങനെ നിൽക്കുക. ഇനി മകനോട് അമ്മ എന്തു പറയും? തൻ്റെ അപ്പൻ ആരാണെന്ന് അറിയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം. ഇവളെ ഞാൻ വിടില്ല, ഇനി ഞാൻ ക്ഷമിക്കില്ലടാ എന്നും പറഞ്ഞുകൊണ്ടായി തുള്ളൽ. ഇന്ന് രാത്രി തന്നെ ഇവളെ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കും എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുക. കാരണം സ്വന്തം അവിഹിതങ്ങൾ പുറത്ത് കൊണ്ടുവന്നത് ഗീതു ആണല്ലോ. അപ്പം പിന്നെ ഇനി ഗീതു അവിടെ നിന്നാൽ ബാക്കി അവിഹിതങ്ങളും കൂടി ഈ പറയണ ഗോവിന്ദ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകുമെന്നുള്ള കാര്യം രാധികയ്ക്ക് അറിയാം. അങ്ങനെ രാധികയുടെ അവിഹിത കഥകളെല്ലാം പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ രാധികയ്ക്ക് സംഭവിച്ച ആ വലിയൊരു ചതി അല്ലെങ്കിൽ വലിയൊരു എന്തൊക്കെയോ ഒരു വല്ലാത്ത അവസ്ഥകളെ പറ്റിയൊക്കെയാണ് നമ്മുടെ വിജയലക്ഷ്മി മേഡം ഗീതുവിനോട് പറഞ്ഞത്. ഇനിയിപ്പോൾ അങ്ങോട്ട് രാധികയ്ക്ക് രക്ഷയില്ല, രാധികയുടെ അവസാനം കണ്ടവരും ആരും കാണില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇടിവെട്ട് കഥ വന്നിട്ടുള്ളത്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി സൺഡേ.